കമല കമല ദേ ഈ ഗൗൺ ഇട്ടുണ്ട്. ഇന്നലെ രാത്രി അവൾ ആ റെസ്റ്റോറൻറ്റ് ഏരിയ വന്നാണ് സത്യം. ഇതൊരാളിട്ട പോലെ തോന്നുന്നില്ലല്ലോ. നീ ഇന്നലെ ഉച്ചയ്ക്ക് അവളെ പറഞ്ഞോട്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒരു നുണ പറഞ്ഞു. പക്ഷെ ഇത് സത്യമാണ്. ഓന്റെ സത്യം. രവിയേട്ടാ ഞാൻ സത്യമാണ് പറയണേ. രവിയേട്ടാ ഞാനൊന്ന് പറയട്ടെ. സഫറെ, നിന്നെ ഞങ്ങൾ അന്യനായിട്ട് കണ്ടിട്ടില്ല. എടാ, ഞങ്ങളുടെ സ്ഥലത്ത് ഒരു പെണ്ണിനെ രാത്രി കൊണ്ട് താമസിപ്പിക്കുമ്പോൾ മിനിമം ഞങ്ങളെങ്കിലും അറിയണ്ടടാ. പാടാ ഒറ്റയ്ക്ക് തിന്നാന്ന് വിചാരിച്ചോടാ. അതിനവൾ അങ്ങനെ ഒരു പെണ്ണല്ല. എങ്ങനെ? ഇപ്പോഴും അവളോടുള്ള സിമ്പതി അവന് മാറിയിട്ടില്ല. എടാ, ഇന്നലെ രാത്രി നീ വെള്ളം അടിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ കാര്യം കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് പോയതാവും. അതിന് കാര്യമൊന്നും നടന്നില്ല. അവൾ എന്നെ ബോധം കെടുത്തു. എങ്ങനെ? അവളുടെ മൊബൈലും ഉണ്ട്. മൊബൈൽ കൊണ്ട് ബോധം കെടുത്ത്? ഞാനും വിശ്വസിച്ചില്ല. ബോധം പോയപ്പോൾ വിശ്വാസമായി. നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്കും. ആ, വിശ്വസിച്ചു. ഇനി എന്താ വേണ്ട? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അവളുടെ ബാഗും സാധനങ്ങളൊക്കെ റൂമിലുണ്ടാ? ഒരു കുന്തവും ഇല്ല. ഫോട്ടോ എങ്കിലും കയ്യിലുണ്ടാ? ഇതിലുണ്ടായിരുന്നാണല്ലോ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. തെളിവില്ലായിരിക്കേ അവള് ഡിലീറ്റ് ആയിട്ടായിരിക്കും പോയത്. എവിടത്തെ കാര്യടാ അവള്? കൊല്ലത്ത് വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. ഫാമിലിയായിട്ട് കൊൽക്കത്തയിൽ സെറ്റിൽഡ് ആണെന്നാണ് പറഞ്ഞത്. പറഞ്ഞു പോലും മുഴുവൻ തുണയാണ്. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നടക്കുന്നവര് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാലാണല്ലോ കുഴപ്പം. നിനക്ക് ഇത്തിരി കൂടി ബുദ്ധിയുണ്ടെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നല്ല ഒന്നാം തരം പഠിച്ച കള്ളിയാണ് അവള്. കാശ് വല്ലതും പോയിട്ടാ നോക്കടാ. ഒന്നുമില്ല. എൻ്റെ ബാഗിൽ കാശൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തൊട്ടിട്ട് പോലും ഇല്ല. നീ ഇപ്പോൾ സാമി സാറ് പറഞ്ഞ പോലെ ഷാഡ പോലീസ് വല്ല ആയിരിക്കുമോ? ആൾക്കാരെ മയക്കി കെടുത്തി നഗ്ന ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ഗ്യാങ്ങിന്റെ സംഭവം ഈ അടുത്തൊരു റിസോർട്ടിൽ നടന്നിരുന്നു. നീ പറഞ്ഞ പോലുള്ള സ്മാർട്ടായ പെൺപിള്ളേരെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. എണീറ്റപ്പോ തുണി വല്ലതും ഉണ്ടായിരുന്നടാ? ഒന്ന് പോയേ. ഒന്ന് തിരിഞ്ഞു നോക്കിയാ വേറൊരു പോസിബിലിറ്റി ഇല്ലേ? എന്ത്? നിങ്ങൾ മൂപ്പനെ കാണാൻ പോയപ്പോൾ എൻ്റെ ഫോണിൻ്റെ റേഞ്ച് പോയി. എങ്ങനെ പോയി? നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തോട്ട് അവൾ വണ്ടി ഓടിച്ചു അല്ലേ? നീ തെളിച്ചു പറ. എൻ്റെ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൂപ്പനെ കൊണ്ട് ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്യിക്കായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ മുഴുവൻ പരിപാടി തെറ്റിച്ചത് അവളുടെ വരവല്ലേ? പക്ഷെ അതുകൊണ്ട് ആർക്കാക്കണം? പാപ്പച്ചന്. അത് ശരിയാണല്ലോ. ഇന്നലത്തെ പാപ്പച്ചൻ ചേട്ടൻ്റെ സംസാരത്തിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. പാപ്പച്ച അവളെ അയച്ചതാണെന്നാണ്? അതെങ്ങനെ? 6 മാസമായിട്ട് എനിക്ക് പരിചയമുള്ള പെണ്ണല്ലേ അവള്. ഈ ഡീലിന്റെ പണി നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ? എനിക്ക് തലപരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ സഫ്ര. പാപ്പച്ചനും ഈ കേസും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്നും അറിയണം. വേറൊന്നിനുമില്ല, ഒരു മനസമാധാനം. അങ്ങനെ ഇവിടുന്ന് ഒരു പെണ്ണ് വന്ന് നമ്മളെ ചുമ്മാ ഉണ്ടാക്കന്മാരൊക്കെ പോകാൻ പാടില്ല. ഞാനിപ്പോ എടാ, നീ ഇതങ്ങോട്ടാ? സസ്പെൻഷന് ചെറിയ അനക്കുണ്ടല്ലടാ. അതൊക്കെ ശരിയാക്കി 20,000-ന്റെ സർവീസും തീർത്തങ്ങ് തരും. എന്നാലും 35 കുറച്ച് കൂടുതലാ. പക്ഷെ സാധനം ക്ലാസ്സാ. വന്ന സ്ഥിതിക്ക് കൊണ്ടുവന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പാപ്പച്ചൻ ചേട്ടൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആ, പണി നടക്കണം കണ്ടില്ലേ? അതിനിടയ്ക്ക് എവിടുന്ന് മറിക്കാനാ? അത് വിട്. അപ്പൊ ഇന്നലെ മൂപ്പന് മറിച്ചതോ? എങ്ങനെ മറിച്ചു എന്നാ പറഞ്ഞാ രവിനൊന്ന് പേടിപ്പിച്ചു, അത്രമാത്രം. മൂപ്പനപ്പൊ കാശ് കൊടുത്തില്ലേ? ഛേ, എനിക്ക് തലയ്ക്ക് വട്ടാണല്ലോ. ആ കാട്ടിൽ കൊണ്ട് അത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ വെറുതെ. ആ സ്ഥലത്തിന്റെ വാല്യൂ പാപ്പൻ ചേട്ടന് നന്നായിട്ട് അറിയാം. മാത്രമല്ല ചേട്ടൻ ഇന്നലെ സീരിയസ് ആയിരുന്നു. നമ്മൾ ഇന്നോ ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയല്ലോ പാപ്പൻ ചേട്ടൻ. നീ ആയതുകൊണ്ടുള്ള കാര്യം പറയാം. പണം കൊടുക്കാൻ ഞാൻ റെഡി ആയിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അവന്മാരുടെ കൂട്ടത്തിൽ മറ്റവന്മാർ വന്ന് കയറിയിട്ടുണ്ട്. ഏതവന്മാർ? മറ്റേ ടീം, തല വെട്ടുന്ന ടീം. അവന്മാർ ഇവിടെ വന്ന് വെട്ടും. എനിക്കറിയാം അവന്മാർ. തല പോയിട്ട് സ്ഥലം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടടാ.
നീ വാ, നല്ല വില കിട്ടിയത് നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു ഏക്കർ കൊടുക്കാന്നേ. വാ. നീ പെണ്ണ് ഈ പുഴയിലെങ്ങനെ മൂച്ചത്തായിരിക്കും. ഇനി ആരെങ്കിലും കൊന്നാണെങ്കിലോ? ആ സഫർ പറഞ്ഞത് മുഴുവൻ രവിയേട്ടൻ വിശ്വസിച്ചാ. ഛേ, ആകെ പുരുവാലായല്ലേ. ദേ ആ തെണ്ടി വിളിക്കുന്നു. ആ ഹലോ, എന്താടാ? പാപ്പച്ചൻ ചേട്ടൻ ഒന്നും വിട്ടു പറയുന്നില്ല. എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്നിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എവിടെ പോയി അന്വേഷിക്കാനാ? ഞാൻ അങ്ങോട്ട് വരാം. ആ എന്ത് പിണ്ണാക്കാണിത്? മനുഷ്യരുടെ നൂറുകൂട്ടം പ്രശ്നമായിട്ടിരിക്കുക. വേറൊരു സാധ്യതയില്ലേ? അങ്ങനെ ഒരു പെണ്ണില്ലെങ്കിലോ? എന്ത്? സഫറിനത് തോന്നിയതാണെങ്കിലോ? അവനല്ലാതെ വേറെ ആരെങ്കിലും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. കണ്ടിട്ടില്ല. അവൻ്റെ ഉള്ളിലെ മറ്റൊരു പേഴ്സണാലിറ്റി ആണെങ്കിലോ? ഈ കമല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അത് ഡിസോർഡർ. പോടാ, അവൻ്റെ ഉള്ള പേഴ്സണാലിറ്റി ശരിയല്ല, പിന്നെയാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. നീ ഒന്ന് വന്നേ. എടാ നീ കാര്യം പറയടാ. അവിടെ എടാ ഇത് അവളല്ലേ? സഫർ എവിടെ? ആ, സഫറിനെ അന്വേഷിച്ചാണ്. അപ്പൊ അവള് തന്നെ. നീ ഇന്നലെ എന്തിനാടി വന്നത്? ടിക്കറ്റ് എവിടെ? നിക്കാനല്ലോ ടിക്കറ്റ് നീ ആരാ? സത്യം പറ. ഏയ്, വാട്ട്സ് യുവർ പ്രോബ്ലം? കോടിക്കണക്കിന് രൂപയാണ് നീ കാരണം വെള്ളത്തിലായത്. എന്നിട്ട് എന്താണ് നിക്കടി നിന്നൊക്കെ സഫർ മാത്രമല്ലടി, ഞങ്ങൾ ആണുങ്ങളാ. ഫോൺ മാറ്റി. അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിട്ട് മോളത്ര മെഡിക്കാറ്റ് ഇവിടുന്ന് പോണ്ട. അവള് മൊബൈലിൽ ഷൂട്ട് ചെയ്യണു. ഞങ്ങളിവിടുത്തെ ആരാന്നറിയോ നിനക്ക്? കച്ചവടവും മുടങ്ങി. ഇതെങ്കി ഇത് അവളുടെ ഫോണ് തോടി. മോളെന്താ എടുത്തേന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലാണിത് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ. ഡീ ഈ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ലോകം മുഴുവൻ കാണും. ജോണേ, ഞാനിപ്പോൾ അയച്ചു തരുന്ന നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ട്രേസ് ചെയ്ത് എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരാം. ഇത് അത്യാവശ്യ കാര്യമാണ്. ആ നമ്പർ ഞാനിപ്പോൾ നിനക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ ഓക്കെ. സോറി, ശരിക്കും സോറി. കുട്ടി ഞങ്ങളോട് ക്ഷമിക്കണം. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. എന്ത് വേണമെങ്കിൽ തരാം. എന്ത് തരും? 5000. 10. നിങ്ങളുടെ ഭാര്യമാരുടെ ഈ കാണുന്ന സ്വത്തുക്കൾക്കും മാനത്തിനും അഭിമാനത്തിനും ഒക്കെ കൂടി ഇത്ര വിലയുള്ളൂ? കുട്ടി പറ, പിന്നെന്ത് വേണം?
എനിക്ക് പണം വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് നിങ്ങൾ മൂപ്പിനുമായി വെച്ച എഗ്രിമെൻ്റ് ആണ്. ബുദ്ധിമുട്ടുണ്ടോ? എഗ്രിമെന്റ് പറ. കാറിലല്ലേ, അത് വേണോ? പുല്ല് നീ വന്നേ. അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ചേട്ടൊന്ന് നിക്ക്, ഓടല്ലേ. കൊടുക്കടാ. ലൈറ്റർ ഉണ്ടോ? എന്നായി കാണിക്കുന്നേ? ഇതാ എഗ്രിമെന്റ് അല്ലേ? സഫ്ര, ആരാടി നീ? സഫ്ര, എന്താ നിന്റെ ഉദ്ദേശം? നീ നടക്ക്. എന്ത് അത് കത്തിപ്പോട്ടെ, വേറൊരു പ്രശ്നമുണ്ട്, പറയാം. എന്ത് പറയാൻ? എന്താ നിന്റെ ഉദ്ദേശം? അപ്പോ എനിക്കിനി പോവാലോ? അപ്പൊ വീഡിയോ? എന്ത് വീഡിയോ? എന്ത് വീഡിയോ എന്ന് പറയാം പറയാം. ഡിലീറ്റഡ് പോരെ? അപ്പൊ ഫ്രണ്ടിന് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആ അതിനി പുറത്ത് വരില്ല. ബി റെസ്റ്റ് അഷ്യൂർഡ്. നൈസ് മീറ്റിംഗ്. വെരി നൈസ് മീറ്റിംഗ്. ഇനി ഒരിക്കലും കാണാനിടവരാതിരിക്കട്ടെ. താങ്ക്സ് ഫോർ ദ ഡേ ആൻഡ് നൈറ്റ്. ഇതിനും കൂടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നീ എന്താണ് തല്ലിയത്? അല്ലാതെ പിന്നെ ഉമ്മ നോക്കണോ? നിന്ന് സ്ലോ മോഷൻ കളിക്കാതെ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോ കൊച്ചേ. അയ്യോ ചതിച്ച മാലതി. രണ്ടുണ്ടല്ലോ, ഇനെന്താ ചെയ്യാ? വാ. അതെ, ആ വരുന്നത് ഞങ്ങളുടെ ഭാര്യമാരാ. അവർ എന്തെങ്കിലും അറിഞ്ഞാ ഞങ്ങൾ ആത്മഹത്യ വരും. കുട്ടി പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്ത് രക്ഷിക്കണം, പ്ലീസ്. പ്ലീസ്. സഫറ ഇവിടെ ശവം പോലെ നിൽക്കാണ്ട് ഇങ്ങോട്ട് വാടാ. നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഇവിടെ? അവളെവിടെ? ആരാ മാലു? നിങ്ങൾ ഇന്നലെ തൊട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടില്ല. അവള് പാർപ്പിക്കേ? നീ എന്തായി പറയണ മാലു? നിങ്ങൾ മിണ്ടരുത്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു, കേട്ടല്ലോ? മിണ്ടരുത്. നിനക്ക് ഇതിന്റെ കൂടെ ബ്രോക്കർ പണി ഉണ്ടല്ലേ? എനിക്കില്ലാത്ത എന്താ അവൾക്കൊള്ളെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അവളെവിടെ? വാടി. പക്ഷേ നീ ഒന്ന് നിക്ക്. മാലു ഞാനൊന്ന് പറയട്ടെ. നീ എന്ത് കള്ളത്തരം നീ പറയുന്ന മാലു? എന്താണ് സംഭവം? അത് രാവിലെ തമിഴ്ത്തി പണിക്കാരി ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു. എവിടെ വെച്ച്? ഈ വഴിക്കാണല്ലോ അവളെന്നും പണിക്ക് വരാറുള്ളത്. കാട്ടിൽ നിന്ന് പുലർച്ചെ ഇറങ്ങി വരുന്ന കണ്ടു എന്നാ പറഞ്ഞേ. എന്നിട്ട് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്നറിയോ? ചേട്ടൻ്റെയും സാറുമാരുടെയും കൂടെ ഒരു 1 night പരിപാടിക്ക് വന്നാണെന്ന്. ചേട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? എന്നോടൊന്നും പറയണ്ട. ഒന്നുമില്ല. സത്യം പറ, ഞങ്ങൾ വരുന്ന അറിഞ്ഞ അവളെ പറഞ്ഞു വിട്ടല്ലേ സഫറേ? എന്താ നിനക്കൊന്നും മിണ്ടാനില്ലേ?
ആയിക്കോട്ടെ. ഇപ്പോ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി. ആരാടി നീ? എന്താ നിനക്ക് ഇവിടെ കാര്യം? രാവിലെ കാട്ടില് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോ കാലൊന്ന് തെന്നി. ഈ ചേട്ടനാ രക്ഷിച്ചത്. കാലൊന്ന് ബേധാവണ വരെ ഈടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിട്ട് ഞങ്ങള് കേട്ടത്. എന്താ നിന്റെ പേര്? ഫിസ. എന്താ നിനക്ക് ഇവിടെ പരിപാടി? പുതുപ്പേട്ട സ്പോർട്സ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഈടടുത്ത് ഒരു ഫ്രണ്ടിന്റെ വീട്ടില് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വന്നത്. நான் போய் சொல்றேன்னு மட்டும் சொல்லாதீங்க. அங்க பார்த்ததான் சொல்றேன். நீ என்ன கண்டது? ആ കുട്ടി അവിടെ കാലേറ്റി വീണതാ. സഫർ കണ്ടതാണല്ലോ. അങ്ങ ഒന്നും ആരും കാൽ തടിക്ക് വീഴല. ദേ നിന്റെ കെട്ടിയോന്റെ അടുത്തുള്ള ദേഷ്യം ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുത്തെടുക്കല്ലേ. എന്നെ சொன்னீங்க? ഞാൻ സംസാരിച്ചോളാം. നിങ്ങളൊരു 5 മിനിറ്റ് പുറത്തേക്ക്, ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇവൻ എന്ത് സോൾവ് ചെയ്യാനാ? വഴി കണ്ടുവച്ചിട്ടുണ്ടെന്ന്. கதவை திறங்க. മീനമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? அந்த 2 முதலாளிங்களையும் அவங்க பொண்டாட்டிங்க தெய்வமா மதிக்கிறாங்க. ஆனா அவங்கள பத்தி எனக்கு தானே தெரியும். ஒரு பொண்ணோட ஸ்மெல் கிடைச்சா கூட போதும். நானே ஒரு வாட்டி அவங்கள அடிச்சிருக்கேன்னா பாருங்க. പതുക്കെ, വെറുതെ നമ്മളായിട്ട് 2 കുടുംബങ്ങളെ കലക്കണം. எனக்கு ஒன்றும் கலக்க வேண்டாம். என்னை பத்தி தப்பா பேசாம இருந்தா சரி. മീനമ്മ പറയുന്ന സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാവിലെ അവിടെ ഇല്ലായിരുന്നു. அப்படி சொல்லி கொடுங்க அவங்க பொண்டாட்டிங்களுக்கு. പതുക്കെ എന്നോട് പറ, എന്താ രാവിലെ അവിടെ കണ്ടത്? டெய்லி அந்த வழியாக தான் நான் வேலைக்கு வர்றது. இன்னைக்கு வரும்போது காட்டிலேருந்து ஒரு பொண்ணு, தவிட்டு நேரத்தில் கண்ணு, ரொம்ப அழகான பொண்ணு. ஐயோ தண்ணி போகுது. ഏയ്, അത് പറവല്ലേ. എന്താ രാവിലെ കണ്ടത് അത് പറ. யார் அது? இங்க என்ன பண்றீங்க? വെറുതെ വന്നാ ചേച്ചി, നല്ല സ്ഥലമല്ലേ? இந்த நேரத்துல இங்க இருக்கிறது சேஃப் இல்ல. புலி இறங்குற நேரம் இது. ആണോ? பார்த்து பார்த்து வாங்க. மெதுவா மெதுவா கையை கொடுங்க. வாங்க வாங்க. താങ്ക് യു ചേച്ചി. மலையாளியோ? இங்க என்ன பண்றீங்க? ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നാ ചേച്ചി. ദോ അവിടെയാ താമസിക്കുന്നത്. அங்க சஃபர் தானே நான் தங்கி இருந்தது. ആഹാ, സഫറിനെ അറിയോ? പുള്ളിയുടെ കൂടെ തന്നെയാ ഞാൻ വന്നത്. பேக்ல என்ன இருக்கு? ക്യാമറ എക്വിപ്മെന്റ്സ്. ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമാണ്. ரெசார்ட்டுக்கு எதுக்கு வந்தீங்க? സുമ വീക്കെൻഡ് ട്രിപ്പ്, കോളേജിൽ നിന്ന് ഒരു റിലീഫ്. பாவம் பாவம், காசுக்காக இதெல்லாம பண்ணுவீங்க? പോക്കറ്റ് മണി വേണ്ട ചേച്ചി, ഇതിലൊക്കെ എന്താ ഇത്ര വലിയ തെറ്റ്? അപ്പോൾ താങ്ക് യു ഫോർ ദ കൈ. പോട്ടെ. நில்லுங்க, நானும் அந்த பக்கமா தான் வேலைக்கு போறேன். நீங்க சொல்றது உண்மையானு பார்க்கணும்ல. போங்க. இதுதான் அங்க நடந்தது. இதை நான் சொன்னா அவங்க பொய் சொல்றேன்னு சொல்றாங்க. തുറക്കാം. മീനമ്മ നിങ്ങൾക്ക് ധൈര്യം உங்க வேலை பாருங்க. உங்களை யாராலுமே ஒண்ணுமே பண்ண முடியாது. നീങ്ങ വന്നേ. മീനമ്മ പറയുന്നത് അവളുടെ കണ്ണിനൊരു തവിട്ട് നിറമായിരുന്നു എന്നാ. ഇനി കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. നീ ഒന്ന് വിട്ടേ. മീനമ്മ അവളെ കാണുന്നത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാ. അവിടെ നേരെ ക്രോസ് ചെയ്ത ഹൈവേ ആണ്. അവൾ ഇവിടുന്ന് വിട്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. മീനമ്മ അവിടെ കണ്ടതുകൊണ്ടാണ്, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാ അവളെ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നത്. അതൊന്നും അല്ലെന്നേ. നീ ഇതൊന്നും നോക്കിയേ. ഇന്നത്തെ പേപ്പറിൽ വന്ന ന്യൂസാ ഇപ്പോഴാ കണ്ടത്. സ്പോർട്സ് അക്കാഡമി വിദ്യാർത്ഥിനിയും ഹർഡിൽസ് താരവുമായ ഫിസ മക്ബൂലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. എന്താടാ ഇത്? അവള് പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി ഇതല്ലേ?
നീ ഇന്നലെ എത്ര മണിക്കാണ് അവളെ കണ്ടത്? ഒരു 10-10 കാണും. അവള് മരിച്ച് ആത്മാവായി ആ വെള്ളച്ചാട്ടം വരെ എത്താൻ വേണ്ട കറക്റ്റ് സമയം. പേപ്പറിൽ ഫോട്ടോയും കൊടുത്തിട്ടില്ല. ആ ജോണേ, ആ സഫറേ, എന്തായി കിട്ടിയോ? അതൊരു ബിമലകുമാരിയുടെ പേരിലെടുത്തിരിക്കുന്ന നമ്പറാണ്. ഒരു ബീഹാർ അഡ്രസ്സിലാണ് സിം എടുത്തേക്കുന്നത്. ഇവിടെ പണിക്ക് വന്ന പോലെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. എന്താ കാര്യം? അല്ല, അങ്ങനെയാണെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് എടുത്തു തരുമോ? എന്താണ്, വല്ല തെരുകട കേസാണോ? അല്ല, ഒരു ആവശ്യമുണ്ട്. മരിച്ചുപോയ ഇങ്ങനെയുള്ളൊരു നമ്പർ ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടുണ്ട് ഇപ്പോൾ. ഈ കോൺട്രാക്ടർ സൈറ്റിലൊക്കെ ഇപ്പോൾ സ്ഥിരം ആക്സിഡന്റ് അല്ലേ, ആർക്ക് വേണമെങ്കിലും ആ നമ്പർ ഉപയോഗിച്ച് എന്ത് തിരയുടെ വേണമെങ്കിൽ കാണിക്കാം. ഇങ്ങനെയുള്ള കുറേ കേസുണ്ട് ഇപ്പോൾ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ശരി, ഞാൻ വിളിക്കടാ. എന്താടാ? അതേതൊരു വിമലകുമാരിയുടെ നമ്പറാണെന്ന്. ബിമലകുമാരിയോ? അവളങ്ങനെ പ്രേതമാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂടാ. എന്നെ കൊന്നിട്ട് എന്താ കാര്യം? എനിക്ക് അത്രയ്ക്ക് പേടിയടാ, അതാ. ആ SI പൊന്നുസ്വാമി വിചാരിച്ച ഈ ഫിസയുടെ ഒരു ഫോട്ടോ ഒപ്പിക്കാൻ പറ്റില്ലേ? അതൊക്കെ വേണം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ലായിരുന്നു ഇതുവരെ. മാലതി മുഷിയും മീനമ്മയൊക്കെ കണ്ടല്ലോ. പ്രേതമാണെങ്കിൽ അത് പറ്റൂ? നീ ഒന്ന് ചാവാണ്ടിരുന്നേ. എടാ, അവളായിരിക്കില്ല. സഫറ, നിന്നോട് അവള് പറഞ്ഞത് അവൾക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലെന്നല്ലേ? പക്ഷെ എത്ര ലോജിസ്റ്റിക്സ് വെച്ചിട്ടാണ് അവൾ ഉഷയുടെ അടുത്തൊക്കെ സംസാരിച്ചത്. അതാണല്ലോ അവർ വിശ്വസിക്കാനുള്ള കാരണം. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഞാനാണെങ്കിൽ അത് ആലോചിച്ചില്ല. അതൊന്ന് കട്ട് ചെയ്തടാ. എന്തിന്? ഇതാ വിഴിഞ്ഞത്തെ സ്ഥലത്തിൻ്റെ ആളാ. മനുഷ്യനവിടെ പ്രാണവേദന എടുത്തിരിക്കുമ്പോഴാണ് അവൻ്റെ വിഴിഞ്ഞം. അവള് പ്രേതല്ലെന്നറിഞ്ഞാൽ മതി, വേറെ എന്തും ഞാൻ സഹിക്കും. ശരിക്കും ഉഷ പത്രം വായിക്കാത്തോണ്ട് ഇത് കാണുന്നുള്ള ടെൻഷൻ വേണ്ട. അത് ശരിയാ. என்ன பிரச்சனை இது? ஒண்ணுமே புரிய மாட்டேங்குது. നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാണെന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാ. ഒന്നാ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചാൽ അവരാ ഫോട്ടോ വെച്ച് തരില്ലേ? நாளைக்கு செஞ்சு கொடுத்தா பரவாயில்லையா? இன்னைக்கு ஒரே டென்ஷனான அட்மாஸ்பியரா இருக்கு. பக்கத்து ஸ்டேஷன்ல ஒரு போலீஸ் ஆபீசரை மர்டர் பண்ணிட்டாங்க. അതൊക്കെ പിന്നെ നോക്കാം. ഇതൊന്നും ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് തരണം പ്ലീസ്. ഇവൻ്റെ ഒരു പഴയ കോളേജ് മേറ്റ് ആണെന്ന് ഡൗട്ടുണ്ട്. ലവ് മാറ്റർ സർ. லவ்வா? ഒന്ന് സ്പീഡാക്കുന്നു, എനിക്ക് നിൽക്കവേ മുടിയാത്. அப்ப அங்க போய் உட்காருங்க, இதை என்னன்னு பார்த்துட்டு வர்றேன். ആരുടെ ലവറടത്? എന്തായാലും കാര്യം നടന്നില്ലേ? ഗുരുവായൂരപ്പ, അതവളാവല്ലേ? എടുക്കുന്നില്ല, മതിയല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, അവളങ്ങനെ പ്രേതാണെങ്കിൽ ഞാൻ അപ്പ ശബരിമലയ്ക്ക് പോകാൻ മാറിട്ടാ. എനിക്ക് ധൈര്യം വേണം. கிடைச்சிருச்சு. இந்த பொண்ணான்னு பாருங்க. பிரச்சனை ஒண்ணும் இல்லையே. ഒന്നും കാണുന്നില്ലല്ലോ. போன் ஸ்லீப் மோட்ல போயிடுச்சு. இதுக்கு என்ன பயம்? இந்த பொண்ணான்னு பாருங்க. இந்த பொண்ணா இல்லையா? അല്ല. 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 പിന്നെന്തിനാ നീ ഇത് കണ്ട് വേർത്തെ? എനിക്കറിയോ. പിന്നെ എനിക്കറിയാവോ? ഓരോ കുരിശും കൊണ്ട് വന്നിട്ട്